പശ്ചിമേഷ്യൻ യുദ്ധത്തിന് താൽക്കാലിക ആശ്വാസം. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രത്യാക്രമണങ്ങൾ നിർത്തിവെച്ച് ഇറാൻ 13 ദിവസമായി തുടരുന്ന വ്യോമാക്രമണങ്ങൾ നിർത്തിവെക്കുന്നതായി അമേരിക്ക അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാൻ പ്രത്യാക്രമണങ്ങൾ നിർത്താൻ തയ്യാറായത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രത്യാക്രമണങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. 13 ദിവസമായി തുടരുന്ന വ്യോമാക്രമണങ്ങൾ നിർത്തിവെക്കുന്നതായി അമേരിക്ക അറിയിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഇറാൻ പ്രത്യാക്രമണങ്ങൾ നിർത്തിവെക്കാൻ തയ്യാറായത്. വ്യോമ പ്രതിരോധ മിസൈൽ ശേഖരം കുറയുമെന്ന ആശങ്കകൾ ഉയർന്നതോടെയാണ് ഇറാനിൽ തുടരുന്ന വ്യോമാക്രമണങ്ങൾ നിർത്തിവെച്ചതായി യുഎസ് സൈന്യം അറിയിച്ചത്. വ്യോമാക്രമണം തുടരുകയാണെങ്കിൽ യുഎസിന് സഹായം നൽകുന്ന അയൽ രാജ്യങ്ങൾക്കെതിരെ ഇറാൻ പ്രത്യാക്രമണം തുടരും. ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ, UAE എന്നിവിടങ്ങളിലെ യുഎസ് സൈനികരെയും താവളങ്ങളെയും സംരക്ഷിക്കുന്നതിന് യുദ്ധോപകരണങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നത് അധിക ചെലവും നഷ്ടവുമാണെന്നാണ് യുഎസ് വിലയിരുത്തൽ. ഇറാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് വ്യോമാക്രമണം നിർത്തുന്നതായി യുഎസ് സൈന്യം അറിയിച്ചത്. ഇറാനെതിരെ നടത്തിവരുന്ന ആക്രമണങ്ങൾ മാത്രമാണ് നിർത്തിവെച്ചതെന്നും നാവികോപരോധം പൂർണ്ണമായി തുടരുമെന്ന് യുഎസ് സെൻട്രൽ കമാൻഡും അറിയിച്ചു. ഹോർമസ് കടലിടുക്ക് പിടിച്ചെടുത്ത് പശ്ചിമേഷ്യയിൽ പിടിമുറുക്കുക എന്ന ലക്ഷ്യത്തോടെ US-ഇസ്രായേൽ സഖ്യം ഫെബ്രുവരി 28-നായിരുന്നു ഇറാനെതിരെ കടന്ന ആക്രമണം ആരംഭിച്ചത്. വ്യോമാക്രമണം ശക്തമായതോടെയാണ് അയൽ രാജ്യങ്ങളിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ പ്രത്യാക്രമണം തുടങ്ങിയത്. അതേസമയം തന്ത്രപ്രധാനമായ ഹോർമസ് കടലിടുക്കിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് ഒമാനുമായുള്ള ചർച്ചകളിൽ പുരോഗതി കൈവരിച്ചതായും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും പരമാധികാരത്തെ സംരക്ഷിച്ചുകൊണ്ട് കടലിടുക്കിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനുള്ള പൊതുനിർദ്ദേശങ്ങളെയും പ്രവർത്തന സംവിധാനങ്ങളെയും കുറിച്ചാണ് ചർച്ചകൾ നടന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായിയും പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.